ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റുള്ള ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. ഉള്ളിപ്പെരട്ട്. സ്പൈസി ആയിട്ടുള്ള പെരട്ടാണ്. കുഞ്ഞുള്ളി 1 കപ്പ് എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് നീളത്തിൽ നുറുക്കിയതാണ്. 1 കപ്പ് സബോള നുറുക്കിയതുണ്ട്. ഇടത്തരം വലുപ്പത്തിലുള്ള 2 സബോള ഉണ്ടത്. പിന്നെ തക്കാളി, അതും 1 കപ്പ് വേണം. ഉള്ളി തന്നെയായിട്ട് പെരട്ടുണ്ടാക്കണേക്കാളും കൂടുതൽ സ്വാദ് സബോളയും കൂടി ഇങ്ങനെ ചേർക്കുമ്പോഴാണ്. പാൻ ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക്, പൊട്ടി വരണം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്തിട്ട് 2 തണ്ട് കറിവേപ്പില. ഇനി ഉള്ളി നുറുക്കിയത് സബോള ചേർക്കാം. മീഡിയം ഫ്ലെയിം മതി. വെന്തിട്ട് വഴന്ന് വരണം. ഗോൾഡൻ ബ്രൗൺ ആവണ്ട, വെന്ത് കുഴഞ്ഞ് ഇത്തിരി നിറം മാറും, അത്രയും മതി. 1 മിനിറ്റ് ഇങ്ങനെ പരത്തി വയ്ക്കാം. ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. 4 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ച് ഇഞ്ചി കഷ്ണം. പച്ചമണം മാറട്ടെ. പാകത്തിന് ഉപ്പ് ചേർക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് വേണം. ഉള്ളിയും സബോളയൊക്കെ ഇത്തിരി മധുരമുള്ളതാണല്ലോ. ലോ ഫ്ലെയിമിലാക്കിയിട്ട് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, ഞെട്ട് കളഞ്ഞ് പൊടിച്ചതാണ് മുളക് പൊടി. നല്ല കളറുണ്ട്, എരിവും. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നല്ലോണം ഇളക്കാം. പൊടികളൊന്ന് ചൂടാവട്ടെ. തക്കാളി നുറുക്കിയത്. ഇപ്പോൾ പെരട്ടിൽ ചെറിയ പുളിരസം വരും തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ. ഇനി തക്കാളി ഒന്ന് വേകട്ടെ. എല്ലാം കൂടി യോജിക്കാൻ വേണ്ടി 1/2 കപ്പ് വെള്ളം. അടച്ചു വെച്ച് വേവിച്ചിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ഇത്തിരി കൂടെ വെള്ളം ചേർക്കാം. എല്ലാം കൂടി തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തുറന്നിട്ട് ഇളക്കാം. 1 മിനിറ്റാണ് അടച്ചു വെച്ച് വേവിച്ചത്. അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇനി 2 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിച്ചാൽ കുറുകി വരും. എല്ലാം വെന്തു. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇനി വെള്ളം വറ്റിയിട്ടുണ്ട്. കുഴഞ്ഞിരിക്കുന്ന പോലെയാണ്. ഇനി നാളികേരം കൂടി ചേർക്കാം. 1/2 കപ്പ് നാളികേരം ചെറുകിയത്. നാളികേരം ചേർക്കാണ്ട് ഉള്ളിപ്പെരട്ട് ഉണ്ടാക്കാം. ഇങ്ങനെയാകുമ്പോൾ നല്ല സ്വാദാണ്. ക്വാണ്ടിറ്റി ഉണ്ടാവും നല്ലോണം. ഇതങ്ങനെ കട്ടിയിൽ കുഴഞ്ഞിട്ടാണ്. ഡ്രൈ ആയി. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് ഇളക്കാം. ഇനി എന്നിട്ട് ഓഫ് ചെയ്യാം. അവസാനം ഇങ്ങനെ ഗരം മസാല ചേർക്കുമ്പോൾ നല്ല മണമാണ്. 1 തണ്ട് കറിവേപ്പില. ഓഫ് ചെയ്യാം. 1 ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ല സ്വാദും ഫ്ലേവറുള്ള സ്പൈസി ആയിട്ടുള്ള ഉള്ളിപ്പെരട്ടാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതാണ്. ഇഷ്ടമായ കൂടെ തികച്ചും ലൈക്കും ഷെയറും ചെയ്യാം. വേറൊരു വിഭവമായിട്ട് കാണും. താങ്ക് യു.